Hi students, last day we were discussing regarding the social responsibility. What is meant by social responsibility? Who are the major persons involved in social responsibility? What is meant by corporate social responsibility? Why it's important? What is the reality of social responsibility, etc. So today we want to know who are the major parties in detail. നമ്മൾ പാർട്ടീസിനെ ജസ്റ്റ് പേരുകൾ മാത്രമായിരുന്നു മെൻഷൻ ചെയ്തത്. ഹൂ ആർ ദി ഷെയർ ഹോൾഡേഴ്സ്, ദി വർക്കേഴ്സ്, കൺസ്യൂമേഴ്സ്, ദി ഗവൺമെൻറ് ആൻഡ് ദ കമ്മ്യൂണിറ്റി. സോ ഇൻ ഡീറ്റെയിൽ വി വോണ്ട് ടു സ്റ്റഡി who or how they are affected by this social responsibility. Okay, so first one is about the shareholders. So what is a shareholder, or who is the shareholders, and how he is affected by social responsibility? The first one is responsibility towards the shareholders or the owners. What is the responsibility of an enterprise to the shareholders or the owners of that company or the corporation? So എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക? ദ ഫസ്റ്റ് വൺ ഇസ് ടു പ്രൊവൈഡ് ദ ഫെയർ റിട്ടേൺ ഓൺ ദെയർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ആരാ? നമ്മളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പേഴ്സണെയാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുക. ആൻഡ് ഹു ആർ എഫക്റ്റഡ് ആർ കോൾഡ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ദെയർ ഇസ് ഡിഫറൻസ്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഷെയർ ഹോൾഡേഴ്സ് പറയുന്നു. സോ ഇൻ റിട്ടേൺ ഇഫ് ദേ ആർ ഇൻവെസ്റ്റിംഗ് സംതിങ് വി വോണ്ട് ഗീവ് ഇൻ റിട്ടേൺ സംതിങ്, അല്ലേ? ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കുറച്ച് പ്രോഫിറ്റോട് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പം അതൊരു നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു കോർപ്പറേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ടു റിട്ടേൺ ബാക്ക് ദ ഇൻവെസ്റ്റ്മെൻറ്റ് employed in the organization. That is the first one. Second one is to ensure the safety of such investment. ഇപ്പോൾ ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് എന്ത് സേഫ്റ്റി നമ്മൾ കൊടുക്കണം? അറ്റ്ലീസ്റ്റ് ഒരു കോടിയെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണം, അല്ലേ? ഇഫ് വി ക്യാൻ ഗീവ് ദം പ്രോഫിറ്റ്, ഇറ്റ് ഇസ് ഗുഡ് ഓർ ഇറ്റ് ഇസ് ബെനിഫിഷ്യൽ, ബട്ട് it should not be reduced or it should not be below the amount that they have invested on the corporation. So always we should try to give more on the investment. So it should be safe. Third one is to provide the regular, accurate and complete information about the working of the company as well as schemes of the future growth. For regular, accurate and complete information, ഒരു കമ്പനീനെ പറ്റിയിട്ടുള്ള എന്തെല്ലാം അവിടെ നടക്കുന്നുണ്ട്, ആരൊക്കെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, വാട്ട് ആർ ദ ഇഫ് ദർ ഈസ് എനി പ്രോബ്ലം റിഗാർഡിംഗ് ദ വർക്കിംഗ് ഓഫ് ദ കമ്പനി ഓർ ഇഫ് എവറിത്തിങ് ഈസ് സ്മൂത്ത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നുണ്ട് ഓർഗനൈസേഷൻ, ഇതെല്ലാം ഷെയർ ഹോൾഡേഴ്സ് അറിയണം. അപ്പം അങ്ങനെ അറിയിക്കേണ്ടതും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. So these are the major responsibility of an enterprise towards its stakeholders, the shareholders or the owners. So to give them fair return on their investment, to safeguard their investment and give them correct or accurate information regarding the working of the organization and what is the future aspects or prospects of that organization. That is the responsibility towards the shareholders. Second one is the responsibility towards the workers. ഓരോ ആൾക്കാർ ആ കമ്പനി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ കമ്പനി വളരുന്നത്. അപ്പം നമുക്ക് ഒരു കമ്പനിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, അതിൻ്റെ വർക്കേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അതുപോലെയുള്ള കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സോ ഇൻ ഡീറ്റെയിൽ വി വോണ്ട് ടു സ്റ്റഡി വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എ വർക്കർ. ഫസ്റ്റ് വൺ ഇസ് ടു പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റി ടു വർക്കേഴ്സ് ഫോർ മീനിങ് വർക്ക്. മീനിങ് വർക്കിനുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. വർക്കേഴ്സിന് വർക്ക് ചെയ്ത് കൂടുതൽ അതിൽ നിന്ന് എന്തെല്ലാം ബെനിഫിറ്റ് കിട്ടുന്നു അത് അവരെ അറിയിക്കുക. ദെൻ ടു ക്രിയേറ്റ് ആൻഡ് പ്രൊവൈഡ് പ്രോപ്പർ ആൻഡ് സേഫ് വർക്കിംഗ് കണ്ടീഷൻ. അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്ലൈമറ്റ് പ്രൊവൈഡ് ചെയ്യാം, സേഫ് ആൻഡ് പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ടു എൻഷുർ ദ ഫെയർ വേജസ് ആൻഡ് ദ ഫെയർ ഡീൽ ഫ്രം ദ മാനേജ്മെൻറ്റ്. ഫെയർ വേജസും ഫെയർ ഡീലും എല്ലാം കൊടുക്കാൻ. പക്ഷേ എല്ലാവർക്കും ഒരേപോലെയുള്ള പേയ്മെൻറ്റ്, ഈക്വൽ റെമ്യൂമറേഷൻ സിസ്റ്റമാണ്. മെന്നിനും വിമനും ഒരുപോലെ ഇപ്പോൾ സാലറി കൊടുക്കുന്നത്, അല്ലേ? ഒരു വർക്കറിന് ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസ് ഓഫ് ദ ജെൻഡർ or on the basis of their race or their religion. There should not be any discrimination. അപ്പോൾ അതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അതാണ് ഒരു കമ്പനി. സോ ദാറ്റ് ഇസ് ഓൾസോ അനദർ റെസ്പോൺസിബിലിറ്റി ഓഫ് എ enterprise towards a worker to give them proper or fair wages. Next, to respect the democratic right of the workers to form unions. അതേപോലെ ഒരു വർക്കറിനുള്ള റൈറ്റാണ് ടു ഫോം ദ യൂണിയൻസ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രേഡ് യൂണിയൻസ് പോലെ ഒരു വർക്ക് പ്ലേസിൽ തന്നെ അവർക്ക് കൂടാനും അവരുടെ പ്രശ്നങ്ങളെല്ലാം തുറന്ന് പറയാൻ വേണ്ടിയിട്ടും ഒരു യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ടതും വർക്കേഴ്സിൻ്റെ റൈറ്റാണ്. സോ ദാറ്റ് റെസ്പോൺസിബിലിറ്റി ഈസ് ഓൾസോ ഇൻ ദ ഹാൻഡ്സ് ഓഫ് the company. Next, to provide the opportunities for personal growth and development. ഓരോ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ആ വർക്ക് ലെവലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. They want some growth or they want some kind of career development within themselves. അപ്പോൾ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? അതിനുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? കമ്പനിയാണ്. So these are the responsibility towards the workers. So first the responsibility towards the shareholders we have discussed, then the responsibility towards the workers.
നെക്സ്റ്റ് വൺ ഇസ് ദ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ കൺസ്യൂമേഴ്സ്. അതുപോലെ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ട്സ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്കും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിനെയാണ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സിന് എന്താ, കറക്റ്റ് സാധനം പ്രൊവൈഡ് ചെയ്യുക, കറക്റ്റ് ക്വാളിറ്റിയിലെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് മേജർ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഇഫ് യു ആർ സീയിങ് ദ ഫസ്റ്റ് വൺ ഇസ് ടു സപ്ലൈ ദ റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് റീസണബിൾ പ്രൈസസ്. നല്ല ക്വാളിറ്റിയിൽ നല്ല ക്വാണ്ടിറ്റിയും ആയിരിക്കണം, പക്ഷേ പ്രൈസ് ഭയങ്കര കൂടുതലാവരുത്. ഫോർ എ റീസണബിൾ പ്രൈസ് ദാറ്റ് ഇസ് അഫോർഡബിൾ ബൈ ദ കൺസ്യൂമേഴ്സ്. That is the first responsibility. Second one is to provide the full information about the product and the company to the consumers. കൺസ്യൂമേഴ്സിന് അവരുടെ പ്രൊഡക്റ്റ് എന്താണ്, ആ കമ്പനി ഏതാണ്, ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റാണ് അവർ യൂസ് ചെയ്യുന്നത്, അതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. തേർഡ്, to take the proper precaution against adulteration, poor quality and misleading and dishonest advertisements. ഒരു രീതിയിലുള്ള കള്ളത്തരങ്ങൾ കാണിക്കാതെ, ഒരു ഫ്രോഡിലൻ്റ് ആക്ടിവിറ്റി കാണിക്കാതെ, ഒരു ഫോൾസ് അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കാതെ, ഡിസോണസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കാതെ, അഡൾട്രേഷൻ ഇല്ലാതെ, പുവർ ക്വാളിറ്റി കൊടുക്കാതെ, എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കേണ്ടത് കൺസ്യൂമേഴ്സിനും. അതും നമ്മളുടെ കോർപ്പറേറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ദ ഡിസൈർഡ് സർവീസ് ടു be courteous to the consumers. കൺസ്യൂമേഴ്സിന് എപ്പോഴും വിശ്വാസമുള്ള ഒരാൾക്കാരാകാം. We should be loyal to the consumers. Then only they will have loyalty towards us. നമ്മൾ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്താലേ, there is a say, give respect, take respect. നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലേ, റെസ്പെക്റ്റ് പോലും. അപ്പം അതേപോലെ തന്നെ നമ്മൾ ലോയൽറ്റി കസ്റ്റമേഴ്സിലേക്ക് കാണിച്ചാലേ ദേ വിൽ ഓൾസോ ഗീവ് ലോയൽറ്റി ടുവേർഡ്സ് അസ്. നമ്മുടെ പ്രൊഡക്ട്സിനെ അവർ വാങ്ങണമെങ്കിൽ വി ഷുഡ് ബി ലോയൽ ടു ദം. സോ ഇതൊക്കെയാണ് നമ്മളൊരു കോർപ്പറേറ്റ് ആയിരിക്കുന്ന ഒരു കണ്ടീഷനിൽ നമുക്ക് ഒരു കൺസ്യൂമറിനോട് ഉണ്ടാവേണ്ട റെസ്പോൺസിബിലിറ്റീസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ ഗവൺമെൻറ് ആൻഡ് ദ കമ്മ്യൂണിറ്റി. ഗവൺമെൻറ്റും കമ്മ്യൂണിറ്റിക്കും ആയിട്ടും നമ്മുടെ കോർപ്പറേറ്റിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. വാട്ട് ആർ ദേ? ടു അബൈഡ് ബൈ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കൺട്രിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ച് മൂവ് ചെയ്യുക. ടു പേ ദ ടാക്സസ് റെഗുലർലി, അല്ലെ ടാക്സ് പ്രോപ്പറായിട്ട് റെഗുലർലി പേ ചെയ്യുക. ടു അസിസ്റ്റ് ദ ഗവൺമെൻറ് ഇൻ അച്ചീവിങ് ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഗവൺമെൻറ്റിന് കുറേ സോഷ്യൽ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് സൊസൈറ്റി ആയിട്ടല്ലേ. ഇപ്പോൾ ഒരു ആൻറ്റി ഡ്രഗ്സ് കോഡിന്, അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് വെച്ചാൽ അവിടെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടികളോ ടീച്ചേഴ്സോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, അല്ലേ. അപ്പം അങ്ങനെയുള്ള അതൊക്കെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന കോർപ്പറേഷൻ്റെ. സോ ദാറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ഗവൺമെൻറ്. ദെൻ to behave as a good citizen and act according to the well-accepted society's values. സൊസൈറ്റിയുടെ എല്ലാ വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ കോർപ്പറേറ്റും വർക്ക് ചെയ്യണം. അൺഎത്തിക്സ് ഒന്നും കാണിക്കാതെ, ടെററിസത്തിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യാത്ത രീതിയിൽ. ചിലപ്പം ചില കമ്പനികളെല്ലാം പൂട്ടിപ്പോകാറുണ്ട്, പിന്നെ അവർക്ക് ടെററിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ കേട്ടിട്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും സൊസൈറ്റിക്കും അതുപോലെ ഗവൺമെൻറ്റിനും എതിരെയാണ്. അപ്പോൾ അതൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. ദെൻ ടു പ്രൊട്ടക്ട് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ആൻഡ് അവോയ്ഡ് എനി കൈൻഡ് ഓഫ് പൊല്യൂഷൻ. ചില കോർപ്പറേറ്റ് കമ്പനീസിനെന്ന് വെച്ചാൽ അവർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടാവും, എയർ പൊല്യൂഷനോ വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ എക്സെട്ര. സോ ഇറ്റ് ഷുഡ് ബി പ്രിവെൻറ്റഡ്. നമ്മളൊരു രീതിയിലുള്ള പൊല്യൂഷൻസ് അവിടെ ഉണ്ടാക്കാൻ പാടില്ല. ദെൻ ടു ക്രിയേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി, ഇപ്പം കിറ്റെക്സ് പോലെയുള്ള കോർപ്പറേറ്റ് എൻറ്റിറ്റികൾ എന്താ ചെയ്തത്? ദേ അക്സെപ്റ്റ് ഓർ ദേ ഹാവ് ദ കൺട്രോൾ ഓവർ മെനി പഞ്ചായത്ത്. അവിടെ തന്നെയുള്ള പഞ്ചായത്ത്, കിഴക്കമ്പലം പഞ്ചായത്ത് മുഴുവൻ അവരുടെ കയ്യിലാണ്. സോ ദേ ആർ ഗിവിങ് എംപ്ലോയ്മെൻറ്റ് ടു ദ പീപ്പിൾ ലിവിങ് ഇൻ ദാറ്റ് ഏരിയ. അവിടെയുള്ള ആൾക്കാർക്ക് ജോലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ വേ ദേ ഷോ ടുവേർഡ്സ് ഗവൺമെൻറ്റിന് ഒരു സപ്പോർട്ടാണ്. ഗവൺമെൻറ് എംപ്ലോയിഡ് ആക്കുക എന്നുള്ളതൊരു ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ്. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ടായിരിക്കണം ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി വർക്ക് ചെയ്യാൻ. ആൻഡ് ടു ഡെവലപ്പ് എ ഗുഡ് ഇമേജ് ഇൻ ദ സൊസൈറ്റി ത്രൂ ദ കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ വിത്ത് വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. പല കൂട്ടർ ആൾക്കാരുമായിട്ട് ചേർന്ന് അവരുമായിട്ട് നല്ല ഇൻട്രാക്ട് ചെയ്ത് കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ പ്രൊമോട്ട് ചെയ്യാം. സോ ദീസ് ആർ ദ മേജർ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ എൻ്റർപ്രൈസ് ടുവേർഡ്സ് ദ ഗവൺമെൻറ് ആൻഡ് ദ കമ്മ്യൂണിറ്റി. അപ്പോൾ പല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ടുവേർഡ്സ് എ ഷെയർ ഹോൾഡർ, ടുവേർഡ്സ് എ വർക്കർ, ടുവേർഡ്സ് എ കൺസ്യൂമർ ആൻഡ് ടുവേർഡ്സ് എ ഗവൺമെൻറ് ആൻഡ് ദ കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പം ഇതാണ് ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്താണെന്ന് ചോദിച്ചാലും അതിനെങ്ങനെയാണ് പ്രാക്ടിക്കൽ ആക്കുന്നത്, ഏതെല്ലാം പാർട്ടീസാണ് അതിൽ ഇൻവോൾവ് ആവുന്നതെന്ന് ചോദിച്ചാൽ ദേ ആർ ദ ഷെയർ ഹോൾഡേഴ്സ്, ദ കൺസ്യൂമേഴ്സ്, ദ employees or the workers, and the last the government and the society. Okay, so that is about the സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരു കോർപ്പറേറ്റിനുണ്ടാവേണ്ട ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമായിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഈസ് ദ കോർപ്പറേറ്റ് ഗവേണൻസ്.
കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതും ഒരു കോർപ്പറേറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ്. സോ വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ്? ബിസിനസ് അത് തന്നെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. ബട്ട് ഇഫ് വി ആർ seeing in detail, it can be told as it is a formal system of governance and control designed to ensure fairness, transparency, accountability in the functioning of the business corporation. ഇപ്പോൾ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി റൺ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഇസ് കോൾഡ് എ ബിസിനസ്. വി ക്യാൻ സീ അതൊരു ഓർഗനൈസേഷൻ ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി വെർച്വൽ ഓർ ദ ബ്രിക്ക് ആൻഡ് മോർട്ടർ സിസ്റ്റം, എനിത്തിങ്. പക്ഷേ നമ്മൾ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതി വേണം നമ്മൾ ബിസിനസ് ചെയ്യാൻ എന്നതാണ് നോർമലി പറയുന്നത്. സോ ടു എൻഷുർ ദിസ്, അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെയും ഹാം ചെയ്യുന്നില്ല, വേറൊരു എൻറ്റിറ്റിയെയും തകർക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കള്ളത്തരങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നത് ഉറപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഫോർമൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് ആൻഡ് കൺട്രോൾ. അതൊരു കൺട്രോൾ സിസ്റ്റമാണ് വിച്ച് ഈസ് ഡിസൈൻഡ്, വിച്ച് ഈസ് ഫോംഡ് ടു എൻഷുർ ഇഫ് we are doing fair, transparent and accountable business. നമ്മൾ ചെയ്യുന്നത് ന്യായമായ, അക്കൗണ്ടബിലിറ്റി ഉള്ള, അതുപോലെ ട്രാൻസ്പെറൻറ്റ്, ഒട്ടും ഒളിവില്ലാത്ത, സീക്രസി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു ബിസിനസ്സാണെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു സിസ്റ്റം ഓഫ് ഗവേണൻസ് ഇനെയാണ് നമ്മൾ, ഒരു സിസ്റ്റം ഓഫ് കൺട്രോൾ ആണ് വി കോൾ ഇറ്റ് ആസ് ദ corporate governance. So it is a system by which the companies are run and the means by which they are responsible to the shareholders. കമ്പനി ചുമ്മാ റൺ ചെയ്യുക മാത്രമല്ല, അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ടുവേർഡ്സ് ദ ഷെയർ ഹോൾഡേഴ്സ്, ദ വർക്കേഴ്സ്, ദ എംപ്ലോയീസ്, ദ കൺസ്യൂമേഴ്സ് എക്സെട്ര, സൊസൈറ്റി, ഗവൺമെൻറ് എല്ലാവരോടും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് അക്കൗണ്ടബിൾ ആക്കുക, ബിസിനസ് എല്ലാം ട്രാൻസ്പെറൻ്റ് ആക്കുക, ഫെയർ ആക്കുക, ഇതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. So it is a set of functions, the set of systems and process which ensure that a company is managed to suit the best interest of all those who are interested in the well-being of the company. So any definition നമുക്ക് പഠിക്കാനുള്ള പറഞ്ഞ നേരത്തെ ഡെഫിനിഷനോ അതല്ലെങ്കിൽ this definition you can study. That is, corporate governance is a duty which a company owes towards shareholders, a duty that has a moral as well as a legal imperative. മോറൽ വാല്യൂസും പ്രൊട്ടക്റ്റ് ചെയ്ത് അതുപോലെ ലീഗൽ കാര്യങ്ങളും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തുണ്ടാവുന്ന ഒരു ബിസിനസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി, അതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഇപ്പോൾ ഒരു ഐഡിയ ആയില്ലേ? കോർപ്പറേറ്റ് ഗവേണൻസ് മീൻസ് ഇറ്റ് ഈസ് എ ഡ്യൂട്ടി. ഓരോ ബിസിനസ്സിൻ്റെ ഡ്യൂട്ടിയാണ് നമ്മുടെ ഓർഗനൈസേഷൻ ഫെയർ ആയിട്ടാണോ, അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണോ, അക്കൗണ്ടബിൾ ആയിട്ടാണോ റൺ ചെയ്യുന്നത്, ഇതൊന്ന് ഉറപ്പിക്കാനുള്ളൊരു ഡ്യൂട്ടീനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. സോ വൈ ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ്, വാട്ട് ഇസ് എ സിഗ്നിഫിക്കൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ളതുകൊണ്ട് എന്തെല്ലാമാണ് നമുക്ക് ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചാൽ, first one is direction and control. Corporate governance is meant for directing and controlling the whole business operations. ബിസിനസ് ഓപ്പറേഷൻ മുഴുവനായിട്ട് പ്രോപ്പറായിട്ടാണ് നടക്കുന്നത്, അതിനെ ഡയറക്റ്റ് ചെയ്യുക, അതുപോലെ കൺട്രോൾ ചെയ്യുക. ഇഫ് എനിത്തിങ് ഈസ് ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ടു കൺട്രോൾ ഇറ്റ്. ഇതെല്ലാമാണ് ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് വരുന്നത്, ദ ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ. സെക്കൻഡ് വൺ ഇസ് ഫൗണ്ടേഷൻ ഫോർ ദ ഫ്യൂച്ചർ പ്രോഗ്രസ്. നമ്മുടെ ബിസിനസ് വളരണം, ഫ്യൂച്ചറിൽ നമുക്കൊരു പ്രോഗ്രസ് ഉണ്ടാകണമെങ്കിൽ വി ഷുഡ് ആക്സെപ്റ്റ്, വി ഷുഡ് ഡു എത്തിക്കൽ ബിസിനസ്. നമ്മളെപ്പോഴും ഒരു എത്തിക്സ് ഫോളോ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഒരു ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടിയിട്ടും വി റിക്വയർഡ് എ കോർപ്പറേറ്റ് ഗവേണൻസ്. Then third is accountability and autonomy. That is, corporate governance is the framework that ensure accountability. ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആവുക, അക്കൗണ്ടബിൾ ആവുക. ഇപ്പോൾ ഒരു ബിസിനസ് എൻറ്റിറ്റി എന്തെങ്കിലും മോശം കാണിച്ചു, ഒരു സൊസൈറ്റിക്കെതിരെ എന്തെങ്കിലും മൂവ് ചെയ്തെങ്കിൽ ഹി ഈസ് അക്കൗണ്ടബിൾ ഓർ ദ ഓണർ ഈസ് അക്കൗണ്ടബിൾ ഫോർ ദ ആക്ഷൻ ഡൺ ബൈ ദിസ് കോർപ്പറേഷൻ. അതിനെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ ഓട്ടോണമിക്ക് വേണ്ടിയിട്ട് ദീസ് ടു ആർ ക്രിയേറ്റഡ് ബൈ എ കോർപ്പറേറ്റ് ഗവേണൻസ്. Then the fourth importance is development of capital market. That is, in less developed countries, corporate governance is a prerequisite of capital market development. ഇപ്പം നമ്മുടെ ഒരു കമ്പനിയുടെ ഷെയർസ് മാർക്കറ്റിലേക്ക് ഇറക്കണം, നമ്മുടെ കമ്പനിയുടെ ഷെയർസ് തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടി. ഇപ്പം ഞാനൊരു TCS കമ്പനി ആണെങ്കിൽ ഐ സെൽ ദ സം ഓഫ് ദ ഷെയർസ് ഓഫ് മൈ കമ്പനി ടു ദി പബ്ലിക്കിലേക്ക്. എനിക്കൊരു 10,000 രൂപയുടെ 10,000 ഷെയർസ് ഉണ്ടെങ്കിൽ അപ്പം അത്രയും കുറച്ചുകൂടെ എമൗണ്ട് കിട്ടാൻ വേണ്ടി അത്രയും ഞാൻ ഹോൾഡ് ചെയ്യാതെ സം ഷെയർസ് വിൽ ബി ഗിവൺ ടു ദ പബ്ലിക് ത്രൂ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്.
അപ്പോൾ അങ്ങനെ കൊടുക്കണമെങ്കിൽ വി ഷുഡ് ബി റണ്ണിങ് എ കോർപ്പറേറ്റ് ഗവൺമെൻറ്സ് ബിസിനസ്. നമ്മളൊരു നല്ല കോർപ്പറേറ്റ് ഗവൺമെൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബിസിനസ് എൻറ്റിറ്റി ആണെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല പേരുണ്ടാവുള്ളൂ. അങ്ങനെ നല്ല പേരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കമ്പനീൻ്റെ ഷെയർസ് പുറത്തുനിന്ന് ഒരാൾക്കാർ വാങ്ങത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടി, ക്യാപിറ്റൽ മാർക്കറ്റിലെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും നമ്മൾ കോർപ്പറേറ്റ് ഗവൺമെൻസ് നമ്മുടെ ഓർഗനൈസേഷന് കൊണ്ടുപോകണം. നെക്സ്റ്റ്, അട്രാക്ട്സ് ദ ന്യൂ ഇൻവെസ്റ്റേഴ്സ്. പുതിയ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി വി വോണ്ട് ടു ഹാവ് കോർപ്പറേറ്റ് ഗവർണൻസ്. ദെൻ ഓൾട്ടർനേറ്റീവ് ടു ദ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിനൊരു ഓൾട്ടർനേറ്റീവായിട്ട് ദിസ് ആക്ട്, കോർപ്പറേറ്റ് ഗവർണൻസ് ആക്ട്, അതെങ്ങനെയാണ്? ദാറ്റ് ഈസ് കോർപ്പറേറ്റ് ഗവർണൻസ് ഇസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്തോ, നമ്മളെ പോലെ തന്നെ വേറുള്ള കമ്പനികളും ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഒരു TCS റൺ ചെയ്യാൻ, TCSനെ പോലെ വിപ്രോ, ഇൻഫോസിസ്, അങ്ങനെ പല പല കമ്പനീസ് ഉണ്ട്. സോ ദേ ആർ ഓൾസോ ഹാവിങ് കോർപ്പറേറ്റ് ഗവർണൻസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അവരും നല്ല ഫെയർ ആയിട്ടാണ് എല്ലാം ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ആരാണ് ഏറ്റവും നല്ല ഫെയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ബിസിനസ് റൺ ചെയ്യുന്നത്? ദേ വിൽ ബി ഹാവിങ് ദ ബെറ്റർ നെയിം ഇൻ ദ സൊസൈറ്റി. സോ ദിസ് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഉപയോഗം അവിടെയും ഉപയോഗപ്പെടുന്നുണ്ട് ഇൻ കേസ് ഓഫ് എ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഒട്ടും ഇങ്ങനെയുള്ള കമ്പനിയാണ്, പക്ഷെ ഒട്ടും തന്നെ ട്രാൻസ്പെറൻ്റ് അല്ല, ഒരു കാര്യങ്ങൾ ആരും അറിയാത്ത രീതിയിലാണെങ്കിൽ നോബഡി വിൽ ബി യൂസിങ് ദ സർവീസസ് ഓഫ് ദാറ്റ് കമ്പനി. എല്ലാവർക്കും ഒരു മിസ്റ്റീരിയസ് ഫീൽ തോന്നും ആ കമ്പനിയെ പറ്റി. അതാണ് ആൾട്ടർനേറ്റീവ് ടു കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡെവലപ്സ് ദ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അതുപോലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക്സ്, മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെയുള്ളവരെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ, നമുക്ക് അവിടെ നിന്ന് ഫണ്ടൊക്കെ എടുക്കണമെങ്കിൽ വി ഷുഡ് റൺ എ കോർപ്പറേറ്റ് ഗവർണൻസ് ബിസിനസ്. നമ്മൾ നല്ല കാര്യമായിട്ട് കോർപ്പറേറ്റ് ഗവർണൻസ് നമ്മുടെ ഓർഗനൈസേഷനിൽ നല്ല കാര്യമായിട്ട് റൺ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തുനിന്ന് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടത്തുള്ളൂ. ദെൻ ടു അട്രാക്ട് ദ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, FDI എല്ലാം കിട്ടാൻ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കിട്ടണമെങ്കിൽ വി വോണ്ട് ടു ഹാവ് എ കോർപ്പറേറ്റ് ഗവർണൻസ്. ദെൻ വൈഡൻ ദ ലോക്കൽ മാർക്കറ്റിൽ തന്നെ നല്ല പേര് വരാനും വി വോണ്ട് കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ടു അവോയ്ഡ് ദ ഫ്രോഡ് ആൻഡ് കമ്പനി ഫെയിലിയേഴ്സ്. കമ്പനിയുടെ തോൽവികളൊന്നും സംഭവിക്കാതിരിക്കുക, അവിടെ ഒരു ഫ്രോഡും നടക്കരുതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഹാവിങ് കോർപ്പറേറ്റ് ഗവർണൻസ്. ഓഡിറ്റേഴ്സ് ഉണ്ടായിരിക്കണം. നമ്മുടെ കോർപ്പറേറ്റ് പ്രോപ്പറായിട്ടാണോ പോകുന്നതെന്ന് ചെക്ക് ചെയ്യാനുള്ള ഓഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ഒരിക്കലും ഫ്രോഡ്സോ അതുപോലെ ഫെയിലിയേഴ്സോ ഫേസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഇതെല്ലാമാണ് ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ഉള്ളതുകൊണ്ടുള്ള ഗുണങ്ങൾ. ഒരു കമ്പനിയിൽ കോർപ്പറേറ്റ് ഗവർണൻസ് എന്തായാലും വേണം. അതിനുള്ള ഗുണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത. ഫസ്റ്റ്, ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ. ദെൻ ഫൗണ്ടേഷൻ ഫോർ ദ ഫ്യൂച്ചർ പ്രോഗ്രസ്, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഓട്ടോണമി, ഡെവലപ്മെൻറ്റ് ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്, അട്രാക്ട്സ് ദ ന്യൂ ഇൻവെസ്റ്റേഴ്സ്, alternative to the competitive market, develops retail investors and institutional investors, attracts international capital, widens local markets to avoid fraud and company failures. Okay, so these are the major importance. അതേപോലെ ഇങ്ങനെ കോർപ്പറേറ്റ് ഗവർണൻസ് വെക്കുന്നതുകൊണ്ട് കുറച്ച് ഒബ്ജക്റ്റീവ്സും ഉണ്ട്. നമ്മളൊരു കമ്പനിയിൽ കോർപ്പറേറ്റ് ഗവർണൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ ആൾക്കാരെ അറിയിക്കുന്നതിന് വേറൊരു ഉദ്ദേശവും കൂടിയുണ്ട്. ദാറ്റ് ആർ ദ ഒബ്ജക്റ്റീവ്സ്. First, to eliminate the conflict of interest among the shareholders, particularly between the managers and the shareholders. എപ്പോഴും പ്രശ്നം ഉണ്ടാവും ഷെയർ മാനേജേഴ്സും തമ്മിൽ. മാനേജേഴ്സാണ് ഏറ്റവും കൂടുതൽ ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവർ. ഷെയർ ഹോൾഡേഴ്സ് ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തേ ഉള്ളൂ. പക്ഷേ എപ്പോഴും പ്രോഫിറ്റ് കിട്ടുന്ന ആർക്കായിരിക്കും? ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. അതുകൊണ്ടും പല കാരണങ്ങൾ കൊണ്ട് ഇവർ തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഇൻട്രസ്റ്റ് ക്യാപിറ്റലിൻ്റെ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഷെയർ പോലെ തന്നെ വേറെ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതും സോൾവ് ചെയ്യാൻ കോർപ്പറേറ്റ് ഗവർണൻസിന് പറ്റും. Then to ensure that the assets of the company are used effectively and productively and in the best interest of the investors and others. എല്ലാ റിസോഴ്സസും പ്രോപ്പർ ആണോ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്, ഇൻവെസ്റ്റേഴ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെയാണോ അവരുടെ റിസോഴ്സൊക്കെ യൂസ് ചെയ്തത്, ഇതെല്ലാം നോക്കാനും ദിസ് കോർപ്പറേറ്റ് ഗവർണൻസ് ഇസ് വെരി എസെൻഷ്യൽ. ഓക്കെ സോ നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണെന്ന് കാണുന്നു. വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് വാട്ട് ആർ ദി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്, objectives of corporate governance. Next and the last, we want to study what are the principles of corporate governance. അപ്പോൾ നമ്മൾ ഡയറക്റ്റിങ്ങിലും സ്റ്റാഫിങ്ങിലും ഒക്കെ നമ്മൾ ഓരോന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രിൻസിപ്പിൾസ് നോക്കിയിട്ടാണ് നമ്മൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഈ ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് എന്തെല്ലാം പ്രിൻസിപ്പിളിനെ ഫോളോ ചെയ്യുന്നു, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തെല്ലാം പ്രിൻസിപ്പിളിനെ ഫോളോ ചെയ്യുന്നു എന്ന് പഠിച്ച പോലെ തന്നെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ പ്രിൻസിപ്പിൾസ് പഠിക്കുന്നു. സോ ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് ട്രാൻസ്പെറൻസി ആൻഡ് ഡിസ്ക്ലോഷർ. അല്ലേ, ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ ട്രാൻസ്പെറൻ്റ് അല്ല. പേപ്പർ എന്താണ്? ഒപ്പീക്കാണ്. ഒരു ബോർഡ് ഒപ്പീക്കാണ്. ബിക്കോസ് വി കാൺ സീ ത്രൂ ദാറ്റ്. സീ ത്രൂ എന്ന് പറയുന്ന കാര്യം തന്നെ ആണ് ട്രാൻസ്പെറൻസി. ഒരിടത്ത് നോക്കിയാൽ മറ്റേടം കാണുന്ന രീതി. അതേപോലെ തന്നെ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം വേറൊരാൾക്ക്, പുറത്തുനിന്ന് ഒരാൾക്കാർക്കും
ഒരിക്കലും ഒപ്പേക്ക് ആവരുത്. അവർക്കൊന്നും അറിയാൻ പറ്റാത്തതല്ല. കമ്പനിയിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് ലോക്കൽ പബ്ലിക്കിനും എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ദ ഗവൺമെൻറ് ആൻഡ് അതർ ഷെയർ ഹോൾഡേഴ്സ് ഷുഡ് നോ വാട്ട് ഈസ് ഹാപ്പനിങ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അതിനുള്ളിൽ ഫുൾ ഇങ്ങനെ ഒരു പുകമയമാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവർണൻസ് അവിടെ ഉണ്ട് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. So transparency and the disclosure of the major fact are the major importance or major things that we should focus in a corporate governance. So transparency means accurate, adequate and timely disclosure of relevant information to the stakeholders. നമ്മൾ പല രീതിയിലുള്ള മീറ്റിംഗ്സ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ആനുവൽ ജനറൽ മീറ്റിംഗ്സും അതുപോലെ ഷോർട്ട് ഔട്ട് മീറ്റിംഗ്സ് ഒക്കെ. ആ മീറ്റിംഗ്സിലെല്ലാം ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ സംശയങ്ങൾ തീർക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും അറിയാനും ഉള്ള റൈറ്റ് ഉണ്ട്. സോ ഇഫ് സം കമ്പനി ഈസ് നോട്ട് ഡിസ്ക്ലോസിങ് ദ മാറ്റേഴ്സ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്, ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഇസ് സംതിങ് ഫിഷി. നമ്മൾ പറയില്ലേ എന്തോ ഒരു പ്രശ്നമുണ്ട്, സംതിങ് ഫിഷി എന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. if they are not disclosing what are the major important events or major information regarding the company. But if they are disclosing everything, we can make sure that everything is transparent with the organization, or nothing is hidden എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരും. That is the first thing, the first principle to be followed in a corporate governance. The second one is the accountability. അതേപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പോൾ ചെയർമാൻ, അതുപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്സ് എല്ലാമാണ്. അവർക്ക് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി അവരുടെ മേലിലാണ്. സോ ഇൻ കമ്പനീസ് വിത്ത് ഗുഡ് ഗവർണൻസ്, അക്കൗണ്ടബിലിറ്റി ഈസ് നോട്ട് ജസ്റ്റ് ബോട്ടം അപ്പ് ബട്ട് ഓൾസോ ഫോളോസ് ദ റിവേഴ്സ് ഓർഡർ. അപ്പോൾ എപ്പോഴും ബോട്ടം അപ്പ് അല്ല അക്കൗണ്ടബിലിറ്റി ഉള്ളത്. ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വർക്കർ ചെയ്യുന്ന കാര്യം സൂപ്പർവൈസർ അറിയണം, സൂപ്പർവൈസർ ചെയ്യുന്ന കാര്യം മാനേജർ അറിയണം, അങ്ങനെ മാത്രമല്ല. പക്ഷേ കമ്പനിയിൽ എന്ത് നടക്കുന്നു എന്നുള്ള ടോപ്പ് ഡൗണും ഉണ്ടായിരിക്കണം. ഒരു CEO എടുക്കുന്ന തീരുമാനം എന്തുകൊണ്ട് അങ്ങനെ എടുത്തു, അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്താൽ അതിന് തീരുമാനം പറയും. ഇപ്പോൾ ഒരു വർക്കറിന് ഒരു കാര്യത്തിന് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഹി ക്യാൻ ക്വസ്റ്റ്യൻ ദ CEO ഓർ ദ MD ഫോർ ദ മാറ്റർ. അങ്ങനെ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കണം ഇൻ എ കോർപ്പറേറ്റ് ഗവർണൻസ്. ദാറ്റ് ഇസ് കോൾഡ് അക്കൗണ്ടബിലിറ്റി. എവറിബഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ തിങ് ദേ ഡു. ഇറ്റ് ഈസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് is, for example, as responsible for every decision taken on the behalf of his department. ആ ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് എന്ത് തീരുമാനത്തിലും he is the person responsible. അതിനെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുക. തേർഡ് വൺ ഇസ് മെറിറ്റ് ബേസ്ഡ് മാനേജ്മെൻറ്റ്. അതേപോലെ വേറൊന്നാണ് സ്ട്രോങ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉള്ളിടത്ത് എപ്പോഴും മെറിറ്റ് ബേസ്ഡ് മാനേജ്മെൻറ്റ് ആയിരിക്കും. That is, a board has to be independent, strong and non-partisan body, where the sole motive should be the decision making through the business prudence. Though corporate governance is much broader than the corporate management, and an efficient and effective administration of corporate sector is essential for meeting the desired objectives. Corporate governance ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മെറിറ്റ് ബേസ്ഡ് മാനേജ്മെൻറ്റ് നടക്കുള്ളൂ. മെറിറ്റ് ബേസ്ഡ് മാനേജ്മെൻറ്റ് ആണ് എപ്പോഴും ഒരു ഓർഗനൈസേഷൻ നല്ലത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് പ്രൊട്ടക്ടിങ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എല്ലാ കാര്യങ്ങളും അറിയാനുള്ള റൈറ്റ്, അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യാൻ, എക്സസൈസ് ചെയ്യാനുള്ള റൈറ്റ്, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന കോർപ്പറേറ്റ് ഗവർണൻസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ എത്തിക്കൽ ബിഹേവിയർ. ഒരു ഓർഗനൈസേഷൻ ഓൺലി എത്തിക്സ് ഫോളോ ചെയ്ത് റൺ ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി പ്രോപ്പർ കോർപ്പറേറ്റ് ഗവർണൻസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. എത്തിക്കൽ മീൻസ് എന്താണ്? ഒരു ഫ്രോഡ് കാണിക്കുന്നില്ല, ഒരു മോശമായിട്ടൊന്നും കാണിക്കുന്നില്ല, എപ്പോഴും നല്ല പേര്, ഗുഡ് വിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനികൾ, അതിനെയാണ് നമ്മൾ എത്തിക്കൽ കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ എത്തിക്കൽ ബിഹേവിയർ ആയിരിക്കണം ഓരോ കമ്പനീസിൻ്റെ കാര്യവും. അതാണ് കോർപ്പറേറ്റ് ഗവർണൻസിലെ മേജർ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ടോട്ടൽ പ്രിൻസിപ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം: ട്രാൻസ്പെറൻസി ആൻഡ് ഡിസ്ക്ലോഷർ, then accountability, merit-based management, protecting the interest of the stakeholders, and the ethical behavior. So these are the 5 major points or the major principles. And the next one is the mechanism for the better governance. ഒരു ഗവർണൻസ് പ്രോപ്പർ ആവണമെങ്കിൽ എന്തെല്ലാം മെക്കാനിസംസ് ആ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. എങ്ങനെ? ഇപ്പം സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് മെക്കാനിസംസ് പറയുന്ന പോലെ തന്നെ എന്തൊക്കെ മെക്കാനിസംസ് ആണ് നമുക്ക് ബെറ്റർ ഗവർണൻസിന് ഉപയോഗിക്കാൻ പറ്റുക? എക്സ്റ്റേണൽ ഗ്രൂപ്പ്സ്, അതേപോലെ ഇൻറ്റേർണൽ ഗ്രൂപ്പ്സ്. ആരൊക്കെയാണ് ഗവർണൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഉള്ളിൽ ചിലപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടാവും ഗവർണൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ പുറത്തുനിന്നും ആകാം. അപ്പോൾ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരിക്കും? ദ പേസ് ഓഫ് ദ കോർപ്പറേറ്റ് ഗവർണൻസ് ഇസ് സെറ്റ് ബൈ ദ ഗവൺമെൻറ്, ഇൻവെസ്റ്റേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കസ്റ്റമേഴ്സ്. ഇവരെല്ലാം ആ ഓർഗനൈസേഷൻ പുറത്തുള്ളവരാണ്. ഗവൺമെൻറ് ആണെങ്കിലും കസ്റ്റമേഴ്സ് ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ബാങ്ക്സ് എല്ലാം. അപ്പോൾ അവർ നമ്മളുടെ മേലെ കുറേ റെഗുലേറ്റേഴ്സ് വെച്ചിട്ടുണ്ടാവും. ലീഗൽ, ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് ഫ്രെയിംവർക്ക്. ഇപ്പോൾ കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവരുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വെച്ചിട്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവരുടെ കുറേ റെഗുലേഷൻസ് എല്ലാം ബേസ് ചെയ്ത്
ബാങ്കുകളുടെ റെഗുലേഷൻസും RBIയുടെ റെഗുലേഷൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ. അതേപോലെ ഇൻറ്റേർണൽ ഗ്രൂപ്പ്സിലും കോർപ്പറേറ്റ് ഗവർണൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഇൻറ്റേർണൽ ഗ്രൂപ്പ്സ് വഴിയും. അതെങ്ങനെയാണ്? ദ കോർപ്പറേറ്റ് ബോർഡ്, അതേപോലെ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദ എംപ്ലോയീസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ വിൽ ഓൾസോ ഡിസൈഡ് ഹൗ കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾ. എങ്ങനെയൊക്കെയാണ് ആ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അവർക്കും തീരുമാനിക്കാം. അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടലി 2 മെക്കാനിസംസ് ആണ് ബെറ്റർ കോർപ്പറേറ്റ് ഗവർണൻസിന് പറയുന്നത്. ഫസ്റ്റ് സെക്ടറൽ ഗ്രൂപ്പ്സ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഇൻറ്റേർണൽ ഗ്രൂപ്പ്സ്. So, without better national governance, good governance is not possible. ഒരു നല്ല നാഷണൽ ഗവേണൻസ് അല്ല, നമ്മുടെ രാജ്യം നല്ല രീതിയിലല്ല ഗവേൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരിക്കലും ബിസിനസ് നല്ല രീതിയിൽ പോകണമെന്ന് ചിന്തിക്കാനേ പറ്റത്തില്ല. So, corporate cannot be expected to be serious about their governance if any politician, bureaucrats and members of the judicial do not care for the governance of the country. ഇപ്പോൾ ചില പൊളിറ്റീഷ്യൻസ് തന്നെ ചില കമ്പനികൾക്ക് ഗവേണൻസ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കമ്പനി പ്രോപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പം എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്ത് ഒരു എംപ്ലോയിനെ ചിലപ്പോൾ എക്സ്പെല് ചെയ്യാം, ബിക്കോസ് ഹി ഡസ് സംതിങ് ബാഡ് ഫോർ ദ കമ്പനി ഓർ ഫോർ ദ എംപ്ലോയീസ് വിതിൻ ദ കമ്പനി. അപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ് പോയി അയാളെ ഡിസ്മിസലിലേക്ക് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക? ഹി വിൽ ബ്രിങ് സം ഓഫ് ദ പൊളിറ്റീഷ്യൻസ് ടു ദ ഫീൽഡ്. പൊളിറ്റീഷ്യൻസിനെ കൊണ്ടുവരും, അവരായിരിക്കും പിന്നെ ഒരു ത്രെട്ടണിങ് എന്ന രീതിയിൽ ഓർഗനൈസേഷനിലേക്ക് എത്തുന്നു. അപ്പം ആ പൊളിറ്റീഷ്യൻസ് ആണ് നമ്മുടെ കൺട്രിയുടെ ഗവേണൻസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അവർ കൺട്രിയുടെ ഗവേണൻസ് പ്രൊട്ടക്റ്റ് ചെയ്യാത്തിടത്തോളം കാലം ഒരിക്കലും ഇവിടെയുള്ള എംപ്ലോയീസിനോ സിഇഒയ്ക്കോ MDക്കോ ഒന്നും കമ്പനിയുടെ ഉള്ളിലെ ഗവേണൻസ് ഒരിക്കലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. So, our banks and financial institutions failed to have such a governance system, leading to security scam and the series of scam. നമ്മൾ പല രീതിയിലുള്ള സ്കാംസ് കാണാറുണ്ട്. ഇപ്പം നീരവ് മോദിയുടെ സ്കാം, അതുപോലെ നീരവ് മോദി, പിന്നെ വിജയ് മല്യ, അവരെല്ലാം ബാങ്കുകളെ വെട്ടിച്ചിട്ട് കുറേ പൈസ കടത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കിലെ ഒഫീഷ്യൽസ് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പുറത്ത് സൊസൈറ്റി മുഴുവൻ ഗവേണൻസിലുണ്ടാവണമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ആ ആൾക്കാർ ഉള്ളിലുള്ള ബാങ്കിനുള്ളിലുള്ള കുറേ എംപ്ലോയീസ് തന്നെയാണ് അവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇൻറ്റേർണലി എക്സ്റ്റേർണലി ഈക്വലി ഗവേണൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നതാണ് ഈ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പം ഇത് ലോയും കടന്നു പോകും, ക്രെഡിറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടൊക്കെ വരുമ്പോൾ ലോയും കടന്നു പോകുന്ന ചാൻസുകൾ നമ്മൾ കാണാറുണ്ട്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ കോർപ്പറേറ്റ് ഗവേണൻസ്. എന്താണ് ഇപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് നമ്മൾ പഠിക്കണം. അതേപോലെ വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് വാട്ട് ആർ ദ മേജർ മെക്കാനിസംസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇമ്പോർട്ടൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ മെസ്സേജ്. അപ്പം ഐ തിങ്ക് ദാറ്റ് യു ആർ ഓക്കെ വിത്ത് ദ പോർഷൻസ് ദാറ്റ് ഐ ആം ടേക്കിംഗ്. പക്ഷേ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഐ ക്യാൻ ക്ലിയർ ദാറ്റ് ഡൗട്ട്സ് ടു. ഓക്കെ, സോ വിത്ത് ദിസ് our portion for today is complete. We can start the next portion with the next day. Okay, thank you. Have a nice day.